ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ മുടി വളരുന്നതിനെക്കുറിച്ച് മാത്രമാണ് കേട്ടോ. ഒരുപാട് പേര് എനിക്ക് പേഴ്സണലായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വാട്സപ്പ് മെസ്സേജ് ഇട്ടിട്ടും ഫോൺ ചെയ്തിട്ടും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മുടി വളരാനായിട്ട് എങ്ങനെയാണ് മുടി വളരുന്നത്, എന്താണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് ഇട്ടു കേട്ടോ. അപ്പോൾ ഇന്ന് കംപ്ലീറ്റ് മുടി വളരുന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ ഹാവ് എ നൈസ് ഡേ. എനിക്ക് ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല. ഒത്തിരി എന്താ പറയുക, വയറിളക്കം, ഛർദിയായിരുന്നു. ഛർദി വൈകിട്ട് 5 മണി വരെ ഉണ്ടായിരുന്നു. ഒരുപാട് ടയേർഡാണ്. അപ്പോൾ ഇന്ന് കുളിച്ചിട്ട് ഞാൻ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ഇടുകയാണ്. അപ്പം മിസ് ചെയ്യാതെ കാണുക. അപ്പോൾ ഞാൻ പറയുന്നത് സത്യസന്ധമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര്, ഒത്തിരിയൊക്കെ ഗുണങ്ങളുണ്ടാവും, പക്ഷെ ഒരുപാട് പേര് കൂടുതൽ ഉപയോഗിക്കുന്നത് ഷാമ്പു ആണ്. ആ ഷാമ്പു ഉപയോഗിക്കുന്നത് നിങ്ങളൊന്ന് നിർത്തുക. ഒത്തിരി പേര് പറയും സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല എന്ന്, ഒത്തിരി പേര് പറയും ഷാമ്പു ഉപയോഗിക്കാൻ പാടില്ല എന്ന്. അപ്പോൾ നിങ്ങൾക്ക് വ്യൂവേഴ്സിന് ഒരുപാട് കൺഫ്യൂഷനായിരിക്കും. ആ കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ തന്നെ ചെയ്യുന്നത്. ഒത്തിരി സക്സസ് ആയ കാര്യങ്ങളാണ് കേട്ടോ. ഒരുപാട് പേർക്ക് സക്സസ് ആയ കാര്യങ്ങളാണ്. അപ്പോൾ എൻ്റെ തന്നെയാണ് ആദ്യം സക്സസ് ആയത് കേട്ടോ. അപ്പോൾ എനിക്ക് ഒറിജിനലായിട്ട് കുറേ മുടിയുണ്ട്. അത് നമ്മൾ സൂക്ഷിച്ചാലല്ലേ കുറച്ച് അത് കാലാകാലം നിലനിൽക്കുകയുള്ളൂ, നമ്മളുടെ കുറേ ഏജ് വരെ നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ഒരുപാട് അതിന് സക്സസ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് പരീക്ഷണങ്ങളൊന്നും നടത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ അതേപോലെ ഒത്തിരി പരീക്ഷണങ്ങൾക്കൊന്നും മുതിരാതെ ഞാൻ പറയുന്ന സാധനങ്ങൾ വെച്ചിട്ട് നിങ്ങൾ മുടി ഗ്രോത്ത് ചെയ്യുക കേട്ടോ. അപ്പോൾ ആദ്യമേ ഞാൻ പറയാം, എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ നിങ്ങൾക്ക് പറ്റിയ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഒത്തിരി പേര് എനിക്ക് പേഴ്സണലായിട്ട് ചോദിച്ചിട്ട് കമൻറ്റ് ചെയ്യാറേ ഇല്ല. യൂട്യൂബിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഒരു എംപ്ലോയെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞു തരാം. മുടി വളരാനായിട്ട് ബെസ്റ്റ്, നിങ്ങൾ ഒന്നും ആലോചിക്കേണ്ട, കണ്ണും അടച്ചിട്ട് ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കുക കേട്ടോ, സ്കിപ്പ് ചെയ്യാതെ. എൻ്റെ പ്രൊഡക്റ്റ് വാങ്ങാനൊന്നുമല്ല, എൻ്റെ കയ്യിലുള്ള പ്രൊഡക്റ്റ്, അതായത് നീലാംബരി പൊടി പറയും, അതിൽ ഒരുപാട് സാധനങ്ങൾ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഹെയർ പാക്കാണ്, ഇത് കണ്ടില്ലേ, ഹെയർ പാക്കാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുന്നോന്നറിയില്ല, ഇതാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ളത്, ഇത് ഒരു ബോക്സ് 150 രൂപയാണ്. ഇത് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് 50 രൂപയ്ക്കും തരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഈ പൊടി നിങ്ങൾ തലേ ദിവസം രാത്രി നിങ്ങൾ പച്ചവെള്ളത്തിൽ മിക്സ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം, ഓരോരുത്തരുടെ മുടിക്കനുസരിച്ച് കേട്ടോ. ഇത് ഏകദേശം കുറേ മുടിയുള്ളവർക്കൊക്കെ ഒത്തിരി 2 പ്രാവശ്യമൊക്കെ ഇടാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ നല്ല കുഴമ്പ് രൂപത്തിലാക്കുക കേട്ടോ. ഒലിച്ചു പോകാത്ത രീതിയിൽ നല്ല കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ രാത്രി ഇതിപ്പോൾ ഇരുമ്പ് ചട്ടിയിൽ അങ്ങനെയൊന്നും വേണ്ട കേട്ടോ. ഏത് പാത്രത്തിലാണോ നിങ്ങൾ കുഴച്ച് വയ്ക്കുന്നത് ആ പാത്രത്തിൽ നിങ്ങൾ സാധാരണ പച്ചവെള്ളം ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്ത് കുഴമ്പ് രൂപത്തിലാക്കി വയ്ക്കുക. എന്നിട്ട് നിങ്ങൾ രാവിലെ എണീറ്റിട്ട് പണി ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ തലയിൽ അപ്ലൈ ചെയ്യുക. എന്നിട്ട് പണിയൊക്കെ തീരുമ്പോഴേക്കും നിങ്ങൾക്കത് സെറ്റായി വരും. ഇതിനു വേണ്ടി സമയമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഒന്നിനും സമയം കണ്ടെത്തി ചെയ്തിട്ടില്ല. ഈ പണിയുടെ ഇടയിൽ കൂടി തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾ മടി പിടിക്കരുത്. ഓരോരുത്തർക്കും വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ജോലി തിരക്ക് മാറ്റി വെച്ചിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആ ജോലിയുടെ ഇടയിൽ കൂടി തന്നെ നമുക്ക് ചെയ്യാം കേട്ടോ. ഇത് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പ്രത്യേകിച്ച് ഈ വീഡിയോ ഇടുന്നത്. ഇതിൻ്റെ എണ്ണയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്നാലും ഒത്തിരി പേര് കൺഫ്യൂഷനായിട്ട് എണ്ണയിലാണോ പാക്കിലാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്ത് പോകരുത്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് പറ്റുന്നവർ 1 മണിക്കൂർ മിനിമം വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ കുറച്ച് സമയം വെച്ചാൽ മതി. ഓരോരുത്തർക്ക് ചേരുന്ന രീതിയിൽ കേട്ടോ. എത്ര സമയം വെച്ചാലും നിങ്ങൾക്ക് ഇത് തേച്ചിട്ട് ഉണങ്ങിക്കഴിഞ്ഞിട്ട് നിങ്ങൾ വെറുതെ സോപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല, ഷാമ്പൂ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. വെറുതെ കഴുകിക്കളയുക, മണമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് നല്ല മുടി കൊഴിച്ചിൽ അപ്പം തന്നെ മാറും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് മുടി വളരും കേട്ടോ. 1-2 പ്രാവശ്യം തേക്കുമ്പോൾ തന്നെ മുടി വളരും. നിങ്ങൾ തീർച്ചയായിട്ടും, ഞാൻ കള്ളം പറയുന്നതൊന്നുമല്ല, നിങ്ങളുടെ മുടി നല്ല തിക്കുമായിട്ടുണ്ടാവും കേട്ടോ. സാധാരണ നിങ്ങൾ ഹെന്ന ചെയ്യുന്നത് മുടി ബ്രൗൺ കളറാവും, മനസ്സിലായില്ലേ? ഒരു തവിട്ട് കളറ് ആവുന്നതുകൊണ്ടാണ് ആൾക്കാർ അങ്ങനെ ചെയ്യാത്തത്. അപ്പം ഞാനിത് കണ്ടുപിടിച്ചതാണ് കേട്ടോ.
ഞാൻ പഠിച്ചതുമാണ്, പിന്നെ ഞാൻ ട്രൈ ചെയ്ത് ഒരുപാട് പേർക്ക് ചെയ്തും പറഞ്ഞും ഒക്കെ കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ പ്രൊഡക്റ്റ് എൻ്റെ നിന്ന് വാങ്ങാൻ പറ്റിയവർ വാങ്ങുക. ഇതിൽ ഒത്തിരി ബീട്രൂട്ടിൻ്റെ പൊടി, വേപ്പില, തുളസിയില, അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനത് ആവശ്യമുള്ളവർക്ക് വീഡിയോ ഒക്കെ ഇട്ട് തരാം. നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി. ഇത് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഒത്തിരി നീണ്ടുപോകും. ഇപ്പോൾ തന്നെ 5 മിനിറ്റായി. അപ്പോൾ നിങ്ങൾ ഇത് മാത്രം ചെയ്താൽ മതി. നിങ്ങൾക്ക് നന്നായിട്ട് മുടി വളരും. ഹെയർ ഗ്രോത്തിന് ബെസ്റ്റാണ്. അതുപോലെ പറ്റുന്നവർ ഈ എണ്ണ ഇത് കുറച്ചെടുത്താൽ മതി. ഒരു വലിയ ബോട്ടിൽ എണ്ണയിലായാലും ഒരു 1/4 ടീസ്പൂണ് ആ എണ്ണ ചൂടാക്കുക. നിങ്ങൾ ഏത് എണ്ണ ഉപയോഗിക്കുന്നു ആ എണ്ണയിൽ 1/4 ടീസ്പൂണ് ഇടുക. എണ്ണ ചൂടാക്കിയിട്ട് 1/4 ടീസ്പൂൺ ഇടുക. എന്നിട്ട് നിങ്ങളത് തലയിൽ തേക്കുക, കുളിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ ബെസ്റ്റായിട്ടുള്ള വേറൊന്നാണ് ഈ സോപ്പ്. ഇത് മുഖത്ത് തേക്കാനും ബോഡീനും മാത്രമല്ല, എടുത്തെടുത്ത് പറയുന്നതാണ്. ഇത് ഹെയർ ഗ്രോത്തിനും ഹെയറിനും എല്ലാം ഉള്ളതാണ് കേട്ടോ. മുടിയൊക്കെ വളരും. ഇത് നിങ്ങൾ തേച്ച് നോക്കൂ. ഇത് ഷാമ്പു ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഈ സോപ്പ് തേച്ച് കുളിച്ചാൽ മതി. പിന്നെ ഒത്തിരി പേര് ചോദിച്ചത്, എൻ്റെ നൈബർ തന്നെ കുറേ പേര് വാങ്ങിച്ചിട്ട് പറഞ്ഞു പതയുന്നില്ല എന്ന്. പക്ഷേ ഇത് പതയുന്ന സോപ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സോപ്പൊന്നും അല്ല കേട്ടോ. പതയ്ക്കാനായിട്ട് അവർ വേറെ ഒരു രീതിയിലുള്ള കെമിക്കൽ ചേർക്കുന്നതാണ്. അപ്പോൾ പതയില്ലാത്ത മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള ഈ സോപ്പ് കോക്കനട്ട് ഓയിൽ, ബദാം ഓയിൽ, വെജിറ്റബിൾ ഓയിൽ, പ്യുവർ ഗ്ലിസറിൻ, അങ്ങനെ അലോവേറ പൾപ്പ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചേർത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിന് നമ്മൾ സമയം കണ്ടെത്തി ഓരോന്നും കൂട്ടാക്കി ചേർക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. ഈ ഒറ്റ സോപ്പിൽ തന്നെ നമുക്ക് തലയിൽ തേച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷാമ്പു ഇട്ട പോലെ ഉണ്ടാവും. അതായത് ഞാൻ ഇന്ന് തന്നെ കുളിച്ചിട്ട് മുടി പോലും ചീപ്പിട്ട് ചെയ്യിട്ടില്ല കേട്ടോ. അത്ര മോയ്സ്ചറൈസിങ് ആയിട്ട് ഇരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മുടിയും വളരും, എല്ലാം കൊണ്ടും ഗുണമാണ്. ഇതിന് ഓരോന്നിനും ഓരോ കൂട്ടന്വേഷിച്ച് പോകേണ്ട ആവശ്യമേ ഇല്ല. ഈ ഒരൊറ്റ സോപ്പ് മതി. അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞ ആ ഹെയർ പാക്ക് നിങ്ങൾ യൂസ് ചെയ്യുക. ബെസ്റ്റായിട്ടുള്ളത് ഹെയർ പാക്ക് നിങ്ങൾ തലേദിവസം രാത്രി മിക്സ് ചെയ്ത് വെച്ചിട്ട് തേക്കുന്നതാണ് ബെസ്റ്റ്. പിന്നെ അതിൻ്റെ കൂടെ നിങ്ങൾ എണ്ണയിൽ ഇട്ട് വെച്ചിട്ട് എണ്ണ തേക്കുന്നവരൊക്കെ ഉണ്ടല്ലോ. എണ്ണ തേച്ച് കുളിക്കുകയോ അല്ലെങ്കിൽ എണ്ണ തലയിൽ തേച്ച് പിടിപ്പിക്കുകയോ ഒക്കെ ചെയ്യുക. മണമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇങ്ങനെ ഒരു ജാതി ഇലയുടെ മണമൊന്നും അങ്ങനെ ഉണ്ടാവില്ല. അപ്പം മുടി വളരാനുള്ള ബെസ്റ്റായിട്ടുള്ള സാധനങ്ങളാണ് ഈ 2 എണ്ണം. ചിലവരെന്നോട് ചോദിച്ചു ഇത് ബോഡിക്ക് മാത്രമേ ഉള്ളൂ. ഇല്ല, ഇത് ഹെയറിനും ഈ ഒറ്റ സോപ്പ് മതി. നമ്മളുടെ ഫേസിനും ബോഡിക്കും നല്ല മോയ്സ്ചറൈസിങ് പോലെ ഉണ്ടാവും. നല്ല ഒരു കരിവാളിപ്പൊക്കെ മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ ചിലവർക്ക് ഒറ്റ പ്രാവശ്യത്തിലൊക്കെ മാറി എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട്. അത് ഓരോരുത്തരുടെ റിയാക്ഷൻ അനുസരിച്ചിരിക്കും. എന്താണ് അവരുടെ ഓരോന്നെന്നുള്ളത് അറിയില്ലല്ലോ. അപ്പോൾ കുറേ പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് മാറിക്കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ പ്രൊഡക്റ്റ് വാങ്ങാനൊന്നുമല്ല, നിങ്ങളുടെ കുട്ടികൾക്ക് വരെ ചെറിയ കുട്ടികൾക്ക് മുടിയൊക്കെ നരച്ചിട്ടില്ലേ, അവർക്കൊക്കെ ഈ ഹെയർ പാക്കും ഈ സോപ്പൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ നര വരില്ല. ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത് കൂടുതൽ നരയ്ക്കത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഈ 2-3 മുടി ഇവിടെയും നരച്ചിട്ടേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും എനിക്ക് നര വന്നിട്ടേ ഇല്ല കേട്ടോ. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സൗകര്യമുള്ള അനുസരിച്ച് മാസത്തിൽ 2 പ്രാവശ്യമൊക്കെ നിങ്ങൾ അതിൽ കൂടുതലും ഈ പാക്ക് ഇടുക. അല്ലാന്നുണ്ടെങ്കിൽ മാസത്തിൽ 2 പ്രാവശ്യം 1 പ്രാവശ്യമൊക്കെ പാക്ക് ഇടുക കേട്ടോ. ഇതിൽ ഒരു ദോഷവും വരാൻ പോണില്ല. നിങ്ങൾ പല ഷാമ്പുകൾ വാങ്ങിച്ച് തേക്കുന്നതിനേക്കാളും നിങ്ങൾ ഷാമ്പു ഒക്കെ ഒഴിവാക്കുക. ഇങ്ങനെ പതിഞ്ഞിട്ട് നമ്മൾ സിമ്പിളായിട്ട് എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടാണ് ഈ ഷാമ്പു ഉപയോഗിക്കുന്നത്. എണ്ണമയമൊക്കെ പോകാൻ വേണ്ടിയിട്ട്. എണ്ണമയം കുറച്ച് മുടിയിൽ നിൽക്കണം, മോയ്സ്ചറൈസിങ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ സോപ്പ് നല്ലതാണ് കേട്ടോ. വീണ്ടും ഞാൻ പറയുന്നില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ, ടാറ്റ. ഇത് ആവശ്യമുള്ളവർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം. അതിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ അയച്ചു തരുന്നതായിരിക്കും പോസ്റ്റ് ഓഫീസ് വഴി. കൊറിയർ ചാർജ് 50 രൂപയാണ്. പിന്നെ കുറേ സോപ്പ് വാങ്ങിക്കുന്നവർക്ക് വെയിറ്റ് കൂടും കേട്ടോ. ഒരു 3 സോപ്പൊക്കെ വെച്ച് വാങ്ങിക്കുന്നവർക്ക് 50 രൂപയാണ് കൊറിയർ ചാർജ്. അതിൻ്റെ കൂടെ അങ്ങനെ ചെറിയ പാക്കറ്റുകളൊക്കെ വാങ്ങുമ്പോൾ 50 രൂപയേ വരുള്ളൂ. അപ്പോൾ 6 സോപ്പ്, അതും കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 6 സോപ്പ് അങ്ങനെയൊക്കെ വാങ്ങിക്കുന്നവർക്ക് കുറച്ച് കൂടുതലാണ്, 70 രൂപയൊക്കെ വരും കേട്ടോ. അതായത് മൊത്തമായിട്ട് 6 സോപ്പ് അങ്ങനെ ബൾക്കായിട്ട് വാങ്ങിക്കുന്നവർ. അല്ലാത്തവർക്കൊക്കെ കൊറിയർ ചാർജ് 50 രൂപയാണ്. ഫുൾ ഡീറ്റെയിൽ നിങ്ങൾ മെസ്സേജ് ഇടുക, ചോദിക്കുക. അപ്പോൾ ബൈ. എനിക്ക് എല്ലാവരും കമൻറ്റ് ചെയ്യണേ. ഓക്കെ, ബൈ, ടാറ്റ.